എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് കേട്ടറ്റ് കാറ്റഗറി 3യുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. സോ റീസെൻ്റ്ലി കഴിഞ്ഞിട്ടുള്ള കേട്ടറ്റ് ഫിസിക്കൽ സയൻസ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് എക്സാമുമായി കണക്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന PYQ സെക്ഷൻസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ക്ലാസ്സിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പൂർണ്ണ ശ്രദ്ധയോടെ കാണുക. ഈ തന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ നിങ്ങൾ രേഖപ്പെടുത്തണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ ഈസ് കോൾഡ് ഡാഷ്. 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മോൾ എണ്ണത്തെ നമുക്ക് എന്ത് വിളിക്കാം? The number of moles of solute dissolved in 1 liter of the solution. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? യെസ്, നിങ്ങളുടെ ആൻസർ വളരെ കറക്റ്റാണ്. ആൻസർ വരുന്നത് അത് മൊളാരിറ്റി ആണ്. മറക്കരുത്, മൊളാരിറ്റി ആണ്. സോ ഇവിടെ ഞാൻ കുറച്ച് ഫാക്റ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാവുന്ന ഫാക്റ്റാണ്. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ, ഒരു സൊല്യൂഷൻ്റെ ഗാഢത, കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ഒന്ന് മാസ് പെർസെൻറ്റേജ്, രണ്ടാമത്തത് വോളിയം പെർസെൻറ്റേജ്, മൂന്നാമത്തത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, അടുത്തതാണ് മൊളാരിറ്റി, അടുത്തതാണ് മൊളാലിറ്റി. ഇപ്പോൾ മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, മൊളാലിറ്റി എന്നുള്ളത് കഴിഞ്ഞിട്ടില്ല. മോൾ ഫ്രാക്ഷൻ. സോ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ, ഗാഢത ഡിറ്റർമൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേംസ് ആണ്. ഇതൊക്കെ നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെടുക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 പേരെ ഞാനിവിടെ ഒന്ന് പരിചയപ്പെടുത്താം. ഒരാളാണ് മൊളാരിറ്റി, രണ്ടാമത്തെ ആളാണ് മൊളാലിറ്റി, മൂന്നാമത്തെ ആളാണ് മോൾ ഫ്രാക്ഷൻ. ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ഈ 3 പേരെ അറിഞ്ഞിരിക്കണം. കേട്ടല്ലോ? മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ. മറക്കത്തില്ലല്ലോ. ഇതിൽ മൊളാരിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ M ആണ്. മൊളാലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ M ആണ്. അപ്പോൾ മൊളാരിറ്റി ക്യാപിറ്റൽ M, മൊളാലിറ്റി സ്മോൾ m. മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കൈ ആണ്. കണ്ടല്ലോ? മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? കൈ ആണ്. അപ്പോൾ ഈ 3 ടേം നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഒന്ന് മൊളാരിറ്റി, മറ്റൊന്ന് മൊളാലിറ്റി, മറ്റൊന്ന് മോൾ ഫ്രാക്ഷൻ. മൊളാരിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ M, മൊളാലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ m, മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കൈ ആണ്. സോ ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത ഫാക്റ്റ് നിങ്ങൾ കേൾക്കണം. എന്താണ് മൊളാരിറ്റി? പ്രിയപ്പെട്ടവരെ, മൊളാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതൊരു ബീക്കറാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതൊരു ബീക്കറാണ്. അപ്പം ഈ ബീക്കറിൽ 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. 1 ലിറ്റർ ലായനി, 1 ലിറ്റർ സൊല്യൂഷനാണ് ഈ ബീക്കറിലുള്ളത്. അപ്പോൾ 1 ലിറ്റർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ ചേരുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ കൂടി ചേർന്നുണ്ടാകുന്നവരാണ് സൊല്യൂഷൻ. ഇതിൽ 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മോൾ എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൊളാരിറ്റി. മറക്കല്ലേ? എത്ര ലിറ്റർ സൊല്യൂഷനിൽ? 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന ആരുടെ? സൊല്യൂട്ടിൻ്റെ എന്തെണ്ണത്തെ? മോൾ എണ്ണത്തെ എന്തെന്ന് വിളിക്കാം? മൊളാരിറ്റി എന്ന് വിളിക്കാം. മറക്കരുത്. എന്താണ് മൊളാരിറ്റി എന്ന് ചോദിച്ചാൽ, മൊളാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മോൾ എണ്ണത്തെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് പറയുന്നത്. ഇത് സൊല്യൂഷൻ്റെ വോളിയമാണല്ലോ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ മാസ് ആണോ? അല്ല, ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വോളിയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ
മൊളാരിറ്റിയിൽ വോളിയം ഉണ്ട് അല്ലേ? മൊളാരിറ്റി വോളിയവുമായിട്ട് റിലേറ്റഡ് ആണ്. മൊളാരിറ്റി വോളിയവുമായിട്ട് റിലേറ്റഡ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ റിലേറ്റഡ് ആണ്. സോ 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മോളെണ്ണത്തെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് വിളിച്ചത്. മൊളാരിറ്റിയിൽ ലിറ്റർ വോളിയമുണ്ട്. സോ മൊളാരിറ്റി വോളിയവുമായിട്ട് റിലേറ്റഡ് ആണ്. വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ റിലേറ്റഡ് ആണ്. ടെമ്പറേച്ചർ അനുസരിച്ച് വോളിയം മാറുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയത്തിനും ചേഞ്ച് സംഭവിക്കുന്നു. അപ്പോൾ ടെമ്പറേച്ചറും വോളിയവും തമ്മിൽ റിലേറ്റഡ് ആണ്. മൊളാരിറ്റിയും വോളിയവും തമ്മിൽ റിലേറ്റഡ് ആണ്. സോ നമുക്ക് ഇങ്ങനെ പറയാം, ടെമ്പറേച്ചർ അനുസരിച്ച് ഈ വോളിയം മാറുന്നത് കൊണ്ട് മൊളാരിറ്റിയും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മൊളാരിറ്റിയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ മൊളാലിറ്റിയോ മോൾ ഫ്രാക്ഷൻ ഒന്നും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഏതൊക്കെയാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, 1 വോളിയം പെർസെൻറ്റേജ്, 2 മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, 3 മൊളാരിറ്റി. ഈ 3 കാര്യം ഒന്നുകൂടെ, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മൊളാരിറ്റി. ഇത് 3മാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ മോൾ ഫ്രാക്ഷനോ മൊളാലിറ്റിയോ മാസ് പെർസെൻറ്റേജോ ഇതൊന്നും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് മൊളാരിറ്റി എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മോൾ എണ്ണത്തെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് പറയുന്നത്. മൊളാരിറ്റി എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ഫാക്ടർ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത മൊളാരിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ M ആണെന്ന് ഞാൻ പറയുകയുണ്ടായി. ഇത് മറന്നു പോകരുത്. മൊളാരിറ്റി കാണാനുള്ള ന്യൂമറിക്കലും ചോദിക്കാനുള്ള സാധ്യത നമ്മുടെ പരീക്ഷയ്ക്കുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിങ്ങളുടെ മുന്നിൽ നോട്ട്ബുക്ക് കാണുമല്ലോ. സോ ആ നോട്ട്ബുക്കിൻ്റെ മുന്നിലായിട്ട് അല്ലെങ്കിൽ ആ നോട്ട്ബുക്കിലായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചേ. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. മറക്കരുത്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇതാണ് മൊളാരിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ എങ്ങനെയാണ് മൊളാരിറ്റി കാണുന്നത്? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. മറക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ട് നിങ്ങൾക്കിത് അറിയാമെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറ. 1 ലിറ്റർ സൊല്യൂഷൻ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മോളെണ്ണം മൊളാരിറ്റി. മൊളാരിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വോളിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മൊളാരിറ്റിയെ സൂചിപ്പിക്കുന്ന സിമ്പൽ ക്യാപിറ്റൽ M ആണെന്നും അറിഞ്ഞിരിക്കുക. അത്രയും ഫാക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ മൊളാലിറ്റി എന്താണെന്ന് പറഞ്ഞുതരാം. കേൾക്കണേ. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ഓർമ്മയുണ്ടോ? ഇവിടെ ഞാൻ എഴുതിയ എന്താ? 1 ലിറ്റർ സൊല്യൂഷൻ അല്ലേ? 1 ലിറ്റർ സൊല്യൂഷനിലെ സൊല്യൂട്ടിൻ്റെ മോൾ എണ്ണത്തെയാണ് അല്ലേ? 1 ലിറ്റർ സൊല്യൂഷനിലെ സൊല്യൂട്ടിൻ്റെ മോൾ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിച്ചത് നേരത്തെ? മൊളാരിറ്റി എന്ന് വിളിച്ചത്. അപ്പോൾ എന്താണ് മൊളാലിറ്റി എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി പ്രിയപ്പെട്ടവരെ. ചെയ്യേണ്ട കാര്യം, ഈ 1 ലിറ്റർ സൊല്യൂഷൻ എന്നുള്ളത് മാറ്റി, 1 ലിറ്റർ സൊല്യൂഷൻ എന്നുള്ളത് മാറ്റി പകരം അവിടെ 1 കിലോഗ്രാം സോൾവെൻ്റ് ആക്കിയാൽ, മനസ്സിലായോ? 1 കിലോഗ്രാം സോൾവെൻറ്റിലുള്ള 1 കിലോഗ്രാം സോൾവെൻറ്റിലുള്ള സൊല്യൂട്ടിൻ്റെ മോളെണ്ണത്തെ നമുക്ക് എന്ത് വിളിക്കാം? മൊളാലിറ്റി. വ്യത്യാസം മനസ്സിലായോ? 1 ലിറ്റർ സൊല്യൂഷനിലെ മോളിൻ്റെ എണ്ണമാണ് മൊളാരിറ്റി. 1 ലിറ്റർ സൊല്യൂഷനിലെ മോളിൻ്റെ എണ്ണമാണ് മൊളാരിറ്റി. അപ്പോൾ എന്താണ് മൊളാലിറ്റി എന്ന് ചോദിച്ചാൽ 1 കിലോഗ്രാം സോൾവെൻറ്റിലെ മോളിൻ്റെ എണ്ണമാണ് മൊളാലിറ്റി. മൊളാലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ എം ആണ്. മൊളാലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ എം ആണ്. മൊളാരിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ എം. മൊളാലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ എം ആണ്. മൊളാലിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് അല്ല, ഇറ്റ് ഈസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. മൊളാലിറ്റി
ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ മൊളാരിറ്റിയോ, തൊട്ട് മുമ്പ് പഠിച്ച മൊളാരിറ്റിയോ അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് മൊളാരിറ്റി എന്ന് മനസ്സിലായി, എന്താണ് മൊളാലിറ്റി എന്ന് മനസ്സിലായി. ക്ലിയർ അല്ലേ? ഇനി മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ, ഇപ്പം തന്ന മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ given mass of solvent in kilogram. Number of moles of solute by given mass of solvent in kilogram. മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. സെറ്റ്. അപ്പോൾ മൊളാരിറ്റിയും പഠിച്ചു, മൊളാലിറ്റിയും പഠിച്ചു. ബുദ്ധിമുട്ടില്ല എന്ന വിശ്വാസത്തിൻ്റെ പുറത്ത് മോൾ ഫ്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് മോൾ ഫ്രാക്ഷൻ? ഒറ്റ മിനിറ്റ്. സോ എന്താണ് മോൾ ഫ്രാക്ഷൻ? റെഡി? സോ മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ കൈ എന്നതാണ്. മോൾ ഫ്രാക്ഷൻ്റെ സിമ്പൽ എന്താണ് പ്രിയപ്പെട്ടവരെ? കൈ ആണ്. സോ ഇവിടെ ഞാനൊരു ബീക്കർ വരച്ചു. ഓക്കെ, ഇവിടെ ഒരു ബീക്കർ വരച്ചു. ഇതിലൊരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ, ഞാൻ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ടും കാണും സോൾവെൻറ്റും കാണും അല്ലേ? സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ്, ഇത്തരത്തിൽ രണ്ട് കമ്പോണൻറ്റുകൾ വരുന്ന സൊല്യൂഷനെയാണ് നമ്മൾ ബൈനറി സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? രണ്ട് കമ്പോണൻറ്റുകൾ, രണ്ട് കമ്പോണൻറ്റുകൾ മാത്രമുള്ള സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സൊല്യൂഷനാണ്. സോ സൊല്യൂട്ടുമുണ്ട് സോൾവെൻറ്റുമുണ്ട്. ഇതിൽ സോൾവെൻറ്റിന് ഞാൻ എ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. സൊല്യൂട്ടിനെ ഞാൻ ബി എന്ന ലെറ്റർ കൊണ്ടും സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? എ എന്ന് പറയുന്നത് സോൾവെൻ്റ് ആണ്, ബി എന്ന് പറയുന്നത് സൊല്യൂട്ടാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അപ്പോൾ ഇതൊരു സൊല്യൂഷനാണ്. ഇതിൽ സോൾവെൻ്റ് ഉണ്ട്, സോൾവെൻ്റ് എ ആണ്. ഇതിൽ സൊല്യൂട്ടുണ്ട്, സൊല്യൂട്ട് ബി ആണ്. സോ ഞാൻ എൻ എന്ന് പറയുന്ന ലെറ്റർ എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി പഠിക്കണേ. എൻ എന്താണെന്ന് ചോദിച്ചാൽ ഇനി എൻ എന്ന് കണ്ടാൽ നിങ്ങൾ പറയണം നമ്പർ ഓഫ് മോൾസ്. എൻ എന്താണെന്ന് ചോദിച്ചാൽ പറയണം നമ്പർ ഓഫ് മോൾസ്, അഥവാ മോളിൻ്റെ എണ്ണം. മറക്കല്ലേ, എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ്. കേൾക്ക് പ്രിയപ്പെട്ടവരെ. അപ്പോൾ എൻ എ എന്താണെന്ന് ചോദിച്ചാൽ എൻ എ എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ, നമ്പർ ഓഫ് മോൾസ് ഓഫ് എ. അതായത് എ എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ മോൾ എണ്ണം. ഇനി എൻ ബി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. ബി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ മോൾ എണ്ണം. അപ്പം എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, എൻ എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. എൻ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. പ്രിയപ്പെട്ടവരെ, കൈ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ എന്നറിയാമല്ലോ, ശ്രദ്ധിച്ചോ. അപ്പം ഞാനിവിടെ ഒരു നോക്കണേ, കൈ എ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ, അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ്. കൈ എ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ, അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഞാനിവിടെ ആരുടെ മോൾ ഫ്രാക്ഷൻ ആണോ കാണുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു കഥ പോലെ കേൾക്കുക. ഞാനിവിടെ ആരുടെ മോൾ ഫ്രാക്ഷൻ ആണോ കാണാൻ പോകുന്നത്, അവൻ്റെ മോൾ എണ്ണം. ഇവിടെ ഞാൻ എയുടെ മോൾ ഫ്രാക്ഷനാണ് കാണുന്നത്. അപ്പോൾ എയുടെ മോൾ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ മോളിൻ്റെ എണ്ണം, എയുടെയും ബിയുടെയും ടോട്ടൽ മോളിൻ്റെ എണ്ണം. അതെങ്ങനെ എഴുതാം? എൻ എ പ്ലസ് എൻ ബി. കണ്ടോ? അപ്പോൾ എങ്ങനെ മോൾ ഫ്രാക്ഷൻ കാണുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞാൻ കണ്ടത് എയുടെ മോൾ ഫ്രാക്ഷനാണ്. സോ കൈ എ എന്ന് പറയുന്നത്
number of moles of A by number of moles of A plus B. എങ്ങനെയാണെങ്കിൽ എൻ്റെ സഹായം പോലും ഇല്ലാതെ നിങ്ങളൊന്ന് പറ, തെറ്റിക്കോട്ടെ, കൈ ബി എങ്ങനെ കാണും? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എങ്ങനെ കാണും? നിങ്ങളെ കൊണ്ട് പറ്റും. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എങ്ങനെ കാണും? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എങ്ങനെ കാണും? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് പോലുമില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉത്തരം വന്ന് കാണുമല്ലോ. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ബൈ, കറക്റ്റാ, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നേ. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഫാക്റ്റ് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നേ. ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ലെന്ന് വിശ്വസിക്കുന്നേ. അപ്പോൾ എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പോൾ ഏത് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണോ കാണേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഏത് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണോ കാണേണ്ടത്, ആ കമ്പോണൻറ്റിൻ്റെ തന്നെ മോളിൻ്റെ എണ്ണവും ടോട്ടൽ മോളിൻ്റെ എണ്ണവും തമ്മിലുള്ള, ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ എന്തോ വിളിക്കുന്നത്, റേഷ്യോ, അതായിരിക്കും ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഏത് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണോ കാണേണ്ടത്, ആ കമ്പോണൻറ്റിൻ്റെ മോളിൻ്റെ എണ്ണവും ആ സൊല്യൂഷനിലെ ടോട്ടൽ മോളിൻ്റെ എണ്ണവും തമ്മിലുള്ള റേഷ്യോയെയാണ് നമ്മൾ ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ്, കേക്ക്, ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് number of moles of a particular component to the ratio of, it is the ratio of number of moles of a particular component to the total number of moles of the solution, to the total number of moles of the solution is called mole fraction. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മോൾ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കൈ ആണ്. കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ, ഇനിയുമുണ്ട് ഇവിടെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ. ഒരു കമ്പോണൻറ്റിലെ, ഒരു സൊല്യൂഷനിലെ കമ്പോണൻറ്റുകളുടെ മോൾ ഫ്രാക്ഷൻ്റെ തുക എന്ന് പറയുന്നത് ഓൾവേസ് ഈക്വൽ ടു 1 ആയിരിക്കും. മറന്നു പോകരുത്, ഒരു സൊല്യൂഷനിലെ കമ്പോണൻറ്റുകളുടെ മോൾ ഫ്രാക്ഷൻ്റെ തുക എത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ? 1 ആയിരിക്കുമെന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ? മൊളാരിറ്റി അല്ലേ? നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ? മൊളാരിറ്റി, അതേപോലെ തന്നെ മൊളാലിറ്റി പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? മോൾ ഫ്രാക്ഷനും പഠിച്ചു. നിങ്ങൾ നോക്ക്, മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് എന്തെന്ന് പറയുന്നത്? മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് കൈ എന്ന് പറയുന്നത്. സോ ഒരു സൊല്യൂഷനിലെ 2 കമ്പോണൻറ്റുകളുടെ മോൾ ഫ്രാക്ഷൻ്റെ തുക എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. സോ നിങ്ങൾക്ക് ഫാക്റ്റ് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനത് മായിച്ചോട്ടെ. ഓക്കെ, സ്ക്രീൻ മായ്ക്കുവാണേ. നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കണേ. സോ ഓക്കെ, ഒരു കാര്യം നിങ്ങൾ അറിയുക, ഇതിൽ മൊളാരിറ്റി മാത്രമാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത്. മൊളാരിറ്റി മാത്രമാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഇവിടെ ഞാൻ കുറച്ച് ഇക്വേഷൻസ് പറയാം. മൊളാരിറ്റി, അതാണ് ക്യാപിറ്റൽ എം. മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് moles of solute, number of moles of solute by volume of solution in എന്തില്? ലിറ്ററിൽ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എഴുതി വെക്കുക. ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഒരു ക്വസ്റ്റ്യൻ തരുവാണ്, നിങ്ങളൊന്ന് എഴുതിയെടുക്കണേ പ്രിയപ്പെട്ട ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ്, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കാൽക്കുലേറ്റ് ദി മൊളാരിറ്റി, കാൽക്കുലേറ്റ് ദി മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ, കാൽക്കുലേറ്റ് ദി മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ prepared by, calculate the molarity of a solution prepared by dissolving 5.85 gram NaCl, 5.85 gram NaCl in water and
and making 500 ml solution. 500 ml സൊല്യൂഷൻ. മൊളാരിറ്റിയാണ് കാണേണ്ടത്. പ്രിയപ്പെട്ടവരെ, മൊളാരിറ്റിയാണ് കാണേണ്ടത്. നല്ലൊരു ചോദ്യം. അപ്പോൾ കാൽക്കുലേറ്റ് ദി മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് 5.85 gram NaCl ഇൻ വാട്ടർ. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ബീക്കർ ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഈ ബീക്കറിൽ സോൾവെൻ്റായിട്ട് വാട്ടറുണ്ട്. ഈ ബീക്കറിൽ സോൾവെൻ്റായിട്ട് ആരുണ്ട് പ്രിയപ്പെട്ടവരെ? വാട്ടറുണ്ട്. ഈ വാട്ടറിലേക്ക് ഞാൻ 5.85 gram എന്ത് ചേർത്തു? NaCl ചേർത്തു. 5.85 gram NaCl ചേർത്തപ്പോൾ ഈ സൊല്യൂഷൻ്റെ വോളിയം എന്ന് പറയുന്നത്, വാട്ടർ ഉണ്ടായിരുന്നു, ആ വാട്ടറിലേക്ക് NaCl ചേർത്തപ്പോൾ ഈ സൊല്യൂഷൻ്റെ വോളിയം എത്ര ml ആയി? 500 ml ആയിട്ട് മാറി. 500 ml ആയി. എങ്കിൽ ആ സൊല്യൂഷൻ്റെ മൊളാരിറ്റി എത്ര ആണെന്നാണ് ചോദ്യം. മനസ്സിലായോ? അപ്പോൾ വാട്ടർ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ആ വാട്ടറിലേക്ക് ഞാൻ 5.85 gram NaCl ചേർത്തപ്പോൾ അവിടെ 500 ml വോളിയമുള്ള സൊല്യൂഷൻ ഉണ്ടായി. എങ്കിൽ അവൻ്റെ മൊളാരിറ്റി കാണാനാണ് ചോദ്യം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എടുത്തെഴുതാം. സൊല്യൂഷൻ്റെ വോളിയം തന്നിട്ടുണ്ട്. സൊല്യൂഷൻ്റെ വോളിയം 500. NaClൻ്റെ അവിടെ ഉപയോഗിച്ച NaClൻ്റെ മാസ് തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. 5.85 gram എന്നതാണ് മാസ്. ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം നമുക്ക് മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ അറിയണം. മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്തുവാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ മോളെണ്ണം. ഇവിടെ ആരാണ് സോൾവെൻ്റ്? സോൾവെൻ്റ് വാട്ടറാണ്. ആരാണ് സൊല്യൂട്ട്? കുറഞ്ഞ അളവിലെടുത്ത ആളായിരിക്കും സൊല്യൂട്ട്. കുറഞ്ഞ അളവിലെടുത്ത ആളായിരിക്കും പ്രിയപ്പെട്ടവരെ സൊല്യൂട്ട്. ഇവിടെ കുറഞ്ഞ അളവിലെടുത്തത് ആരാണ്? NaCl ആണ്. സോ ഇവിടുത്തെ സൊല്യൂട്ട് NaCl ആണ്. സോ സൊല്യൂട്ടിൻ്റെ മോളെണ്ണം കാണണം. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കാണണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കാണാനുള്ള ഇക്വേഷൻ ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ വാതക നിയമങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ചോദ്യത്തിൽ തന്നിരിക്കുന്ന മാസ് അതിവിടെ എത്ര? 5.85 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. പ്രിയപ്പെട്ടവരെ, NaClൻ്റെ മോളിക്കുലാർ മാസ് കാണാൻ നിങ്ങൾക്കറിയണം. ഒരു സോഡിയത്തിൻ്റെ മാസ് 23 പ്ലസ് ക്ലോറിൻ്റെ മാസ് 35.5. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്കറിയാം മോളിക്കുലാർ മാസ് കാണാൻ. അല്ലെങ്കിൽ നിങ്ങൾ കാറ്റഗറി 3 എഴുതാൻ വരത്തില്ലല്ലോ. 58.5. NaClൻ്റെ മോളിക്കുലാർ മാസ് 58.5. ഗിവൺ മാസ് 5.85. സോ ഡിവൈഡ് ചെയ്യുന്നു. ഗിവൺ മാസ് 5.85, മോളിക്കുലാർ മാസ് 58.5, നമ്പർ ഓഫ് മോൾസ് കിട്ടി 0.1. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കിട്ടിയേ. അടുത്ത് എഴുതേണ്ടത് എന്താ? വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ലിറ്റർ ആക്കണം വോളിയത്തെ. ഇവിടെ വോളിയം എന്താ? 500 ml ആണ്. അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വോളിയം നമുക്ക് കിട്ടും. വോളിയം 0.5 ലിറ്റർ എന്നാകും. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതെടുത്ത് ഇവിടെ കൊണ്ട് കൊടുക്കാം. സോ മൊളാരിറ്റി capital M is equal to number of moles of solute, that is 0.1 divided by volume of solution liter, that is 0.5. ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.2. യൂണിറ്റ് ഉണ്ട് ക്യാപിറ്റൽ M, that is മോളാർ. എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. സോ ഇതൊന്ന് നോക്കി വെച്ചിരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് ചോദിക്കണം. മൊളാരിറ്റി കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം കേട്ടോ. മൊളാരിറ്റി കാണുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പം മൊളാരിറ്റി കാണുന്ന ഇക്വേഷൻ അറിയാം. ആ ഇക്വേഷനിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. സോ നമ്മൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കാണുന്നത് എങ്ങനെയാ? വോളിയം ഓഫ് സൊല്യൂഷൻ, ഗിവൺ മാസ്, അത് ക്വസ്റ്റ്യനിൽ തരും,
ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. അടുത്ത വോളിയം തരും. ആ വോളിയം പ്രിയപ്പെട്ടവരെ മില്ലി ലിറ്ററിലായിരിക്കും. നമ്മൾ അവനെ എന്തിലോട്ട് മാറ്റിയിരിക്കണം? ലിറ്ററിലോട്ട് മാറ്റിയിരിക്കണം. അപ്പോൾ ആ നമ്പർ ഓഫ് മോൾസും ലിറ്ററിലോട്ട് മാറ്റിയ വോളിയം തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മൊളാരിറ്റി നമുക്ക് അവിടെ കിട്ടി. ഈസി ആണെന്ന് വിശ്വസിക്കുന്നു, ബുദ്ധിമുട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കാം പിന്നീട് ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് മൊളാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തരാം. മൊളാലിറ്റി, ദ ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ്, ഇവിടെ എഴുതിയാൽ കാണാമല്ലോ. ആദ്യം മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ പറ. എന്താ മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ? അവിടെയും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. പ്രിയപ്പെട്ടവരെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ്. ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ്. സോൾവെൻറ്റിൻ്റെ മാസ് എന്തിലായിരിക്കണം? ശ്രദ്ധിക്കുക, കിലോഗ്രാമിലായിരിക്കണം. ഇതാണ് മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. പ്രിയപ്പെട്ടവർ, ഈസിയാണ്. സോ ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കാൽക്കുലേറ്റ് the molality of a solution containing 9.8 gram H2SO4. 9.8 gram H2SO4 dissolved in 9.8 gram H2SO4 dissolved in 100 gram of water. 100 gram of water. ഓക്കെ, ചോദ്യം ഇതാണ്. ഒരു ബീക്കറുണ്ട്. സോ ഈ ബീക്കറിൽ സോൾവെൻ്റായ വാട്ടറുണ്ട്. വാട്ടറാണ് സോൾവെൻറ്റ്. ആ സോൾവെൻറ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട് 100 ഗ്രാം. അതിലേക്ക് ഞാൻ 9.8 ഗ്രാം H2SO4 ചേർത്തു. 9.8 ഗ്രാം H2SO4 ചേർത്തെങ്കിൽ അപ്പോഴുള്ള സൊല്യൂഷൻ്റെ മൊളാലിറ്റി എത്രയാണെന്നാണ് ചോദ്യം. മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. സോ സൊല്യൂട്ടിൻ്റെ മോളെണ്ണം കാണണം. സൊല്യൂട്ടിൻ്റെ മോളെണ്ണം കാണാനുള്ള ഇക്വേഷൻ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. പ്രിയപ്പെട്ടവരെ, വാട്ടർ സോൾവെൻ്റ് ആണ്. H2SO4 ആണ് കുറഞ്ഞ അളവിലുള്ള ആൾ. വാട്ടർ 100 ഗ്രാമും H2SO4 9.8 ഗ്രാമുമാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ അളവിലുള്ള ആളാണ് സൊല്യൂട്ട്. അപ്പോൾ ഇവിടുത്തെ സൊല്യൂട്ട് H2SO4 ആണ്. അവൻ്റെ മോളിൻ്റെ എണ്ണം കാണണം. 9.8 ഗ്രാം H2SO4 ചേർത്തേ. അപ്പോൾ ആ 9.8 ഗ്രാം H2SO4ൻ്റെ മോളിൻ്റെ എണ്ണം കാണണം. ഈസിയാ. ഗിവൺ മാസ് എത്ര? ചോദ്യത്തിൽ തന്നിരിക്കുന്ന മാസ് 9.8. H2SO4ൻ്റെ മോളിക്കുലാർ മാസ് കാണണം. അത് എളുപ്പം, നിങ്ങൾക്ക് അറിയാം, 98. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ 0.1 എന്ന് കിട്ടി. നമ്പർ ഓഫ് മോൾ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. സോൾവെൻറ്റിൻ്റെ മാസ് കിലോഗ്രാമിൽ വേണം. ഇവിടെ സോൾവെൻറ്റിൻ്റെ മാസ് 100 ഗ്രാം ആണ്. നമ്മളതിനെ കിലോഗ്രാമിലോട്ട് മാറ്റുന്നു. അതായത് 100നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ 3 സ്ഥാനം മാറ്റി ഡോട്ട് ഇടുമ്പോൾ നമുക്കവിടെ കിട്ടി, മാസും കിട്ടി അല്ലേ? സോൾവെൻറ്റിൻ്റെ മാസും കിട്ടി 0.1 kg. സോ ഇനി എല്ലാവർക്കും എളുപ്പമാണ് മൊളാലിറ്റി കാണാൻ പ്രിയപ്പെട്ടവരെ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഈസ് 0.1 ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ദാറ്റ് ഈസ് 0.1 ഓൾസോ. ആൻസർ 0.1. സോറി 0.1 അല്ലല്ലോ, 1. മോളാൽ, സ്മോൾ എം ആണ് ഇവിടുത്തെ യൂണിറ്റ് മോളാൽ. അപ്പം സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്
ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് സൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. സോ ആ സൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമ്മൾ കുറച്ചധികം ഫാക്റ്റ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റി, പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇതേപോലെ മുന്നോട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇങ്ങനത്തെയുള്ള കണ്ടൻറ്റുകൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, മൊളാലിറ്റി ഉണ്ടായിരുന്നു, പിന്നെ ഏതാ ഉള്ളത്, മൊളാലിറ്റി അല്ലേ, മോൾ ഫ്രാക്ഷൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു മാറ്റിയിട്ടുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ചോദിക്കണം. ക്ലിയർ ആണ് ഫാക്റ്റ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഈ ടേംസ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ഇതിൽ മാസ് ബൈ വോളിയം പേഴ്സൻറ്റേജും മൊളാരിറ്റിയും മാത്രമാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത സീരീസ് വരുന്നുണ്ട്. അടുത്ത സീരീസിൽ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നു. ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള അനുബന്ധ കാര്യങ്ങൾ പഠിച്ചു പോകുന്നു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റാണ്. ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞ ഇത്രയും കാര്യം ഇമ്പോർട്ടൻ്റാണ്. സൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായത്. ഓക്കെ, ഇത് SCRT-യിലുമുണ്ട്, ഇത് NCERT-യിലുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്തു വെക്കണം, പഠിച്ചു വെക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം ഉറപ്പായിട്ടും അറിയിക്കുമെന്ന വിശ്വാസത്തോടു കൂടി താങ്ക്